ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്നൊരു ഫിഷ് കറിയാണേ. ഫിഷ് കറി ഇന്ന് നല്ല പല്ലിമീൻ കിട്ടിയിട്ടുണ്ട്, വെള്ളക്കോര. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്ത് കഷ്ണമാക്കി വെച്ചിട്ടുണ്ടേ. 1 കിലോ ഉണ്ടത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ട അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ടേ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ഈസി ആയിട്ടുള്ള സിമ്പിൾ കറിയേ. നമ്മൾ എണ്ണ ചൂടാവട്ടെ ചട്ടിയിലോട്ട്. അതിന് മുമ്പേ ഒരു പാത്രം എടുത്ത് ഒരു കിണ്ണി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ 1 കിലോ മീനല്ലേ, ഇത് പിരിയൻ മുളക് പൊടിയേ. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം. പിന്നെ എരിയുള്ള വേണ്ടവർക്ക് മറ്റേ പൊടി ഇതും കൂടെ പപ്പാതിയായിട്ട് ഇടാം. നമ്മുടെ എണ്ണ ചൂടായി, ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ച് കൊടുത്ത്, ഇതിലോട്ട് ഒരു 10-12 കൊച്ചുള്ളിയുണ്ട്, ഒരു പിടി. അതരിഞ്ഞത് 2ആയിട്ടൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തത്. ചെറിയ ഉള്ളിയേ, സാമ്പാർ ഉള്ളി. ഇതിനകത്ത് ഒരു 2 തണ്ട് വേപ്പില. നല്ലതുപോലെ ഒന്ന് വാടിക്കട്ടെ. നമ്മുടെ ഈ ഉള്ളി ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീരെ കുറച്ചിട്ടേക്കണേ, തീരെ കുറച്ച് കിടക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ഉള്ളിക്കൊരു സോഫ്റ്റ്നെസ് വരും. നമ്മുടെ ഈ ഉള്ളി നോക്കേ, 2 മിനിറ്റ് ആയിട്ടില്ല. ഇനി ഇതിനകത്ത് ഞാൻ 2 കഷ്ണം, ചെറിയ 2 കഷ്ണം കുടംപുളി, അത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അത് ഞാൻ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ. ഇതൊന്നും ഞാൻ അടച്ചു കൊടുക്കാം. ഇത് 2 മിനിറ്റ് കിടക്കട്ടെ. ഇച്ചിരി കൂട്ടി കൊടുക്കേ. ഉള്ളി നോക്കേ, ഉള്ളി ഇനി ഇതിൽ ഈ ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിയുള്ളവർക്ക് ഇതിനകത്ത് ഈ ഉള്ളി കാട്ടിയപ്പോൾ ഇടാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ അത് ചെയ്തില്ല, ഞാൻ ലാസ്റ്റായിരുന്നു. തീ കൂട്ടി കൊടുക്കുക.
നമ്മുടെ ഈ മസാല നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം, കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളയ്ക്കട്ടെ, തീ കൂട്ടിയിട്ട് കൊടുക്കാം, തിളയ്ക്കട്ടെ. നമ്മുടെ കറി തിളച്ചോന്നൊക്കെ നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ മീനില്ലേ അതിട്ട് കൊടുക്കാം. ഈ മീനിന് തേങ്ങയൊന്നും അരച്ചാൽ അത്ര ശരിയാവില്ല. ഇതുപോലെ മുളകും പുളിയും വറ്റിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഇപ്പോഴൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം, ഇട്ടല്ലേ ഉള്ളൂ. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നല്ല വെട്ടി 1-2 വട്ടം തിളച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കണം, തീരെ കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് ആ കൊച്ചു തീയിൽ കിടന്ന് വേവണം. നല്ല വറ്റി വന്നോളൂ, അപ്പോഴും അടിയിൽ പിടിക്കത്തുമില്ല. കാര്യം ചെറിയ തീയല്ലേ. ഇതൊന്ന് തിളച്ചിട്ട് കവർ ചെയ്യാം. നമ്മൾ കറി നല്ല തിളച്ച് ഇനി നമുക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് തീ തീരെ കുറച്ചിട്ട് ഒരു 8 മിനിറ്റ് കിടക്കട്ടെ. നമ്മൾ കറി നോക്കേ. കറി 7 മിനിറ്റ് ആയിട്ടില്ല, ഞാനിപ്പോൾ എടുത്ത് ഇടയ്ക്ക് എനിക്കൊന്ന് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണമായിരുന്നേ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ കറി നോക്കാം. നല്ല മണമുണ്ട്. തവി എന്തായാലും ഇടുന്നില്ല. ഇതിനകത്തൊരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ശകലം 1 ടീസ്പൂണോളം. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനി ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. മീൻ ഏതായാലും പ്രശ്നം, ഏത് മീനും ഇതുപോലെ ഉണ്ടാക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കവർ ചെയ്ത് കൊടുക്കാം. തീ ഓഫാക്കേ. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ കറി എടുക്കേ, തുറക്കട്ടെ. ഇത് മണവാ വരുന്നതെന്നറിയാവോ? സത്യം പറയാൻ അതിനകത്ത് മല്ലിപ്പൊടിയില്ല, വെളുത്തുള്ളിയില്ല, മുളകും പുളിയും മാത്രം വറ്റിച്ചത്, തക്കാളി ഇട്ടിട്ടില്ല. കറിയാ ഓക്കെ. ഇത് ടേസ്റ്റാണെന്നറിയാവോ ഇത് കഴിക്കാനായിട്ട്? എപ്പോഴും മീൻകറി വെക്കുമ്പം തീ കുറച്ചിട്ടേ വെക്കാവുള്ളേ. തീ കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മീനിനന്ന് ഈ മീനാണെങ്കിൽ ആ ഉപ്പ് പിടിക്കാത്തൊരു സൈസ് മീനായത്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വരെ നല്ല ടേസ്റ്റാണ്, ഉപ്പൊക്കെ പിടിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വർഷം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടിപൊളി ടേസ്റ്റായത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.